എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വീട് മുറിയൊക്കൊന്ന് കേറി നോക്കുന്നേ. ഞാനിതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു, ഒരു NGO ഓഫീസിലെ ക്ലർക്കിന്. നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കാനേ വരില്ലായിരുന്നു. അത്യാവശ്യം പൊടിയും മാറായാലൊക്കെ കാണും. ഇന്നലെ ഞാനൊന്ന് കഴിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, നമുക്ക് ഉടനെ ചെയ്യാം. എന്താ ഗിരി പറയുന്നത്? ഇതെന്ത് നല്ല വീടാ. മീനാക്ഷി എന്താ മിണ്ടാത്തെ? മുറികളോ അടുക്കളേക്കൊന്ന് കയറി കാണ. ചെല്. ആ, എല്ലായിടവും കണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഗിരി, ഇത് ധാരാളോ. ഇത്രയും വലിയ വീടിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അലഞ്ഞു തിരിഞ്ഞു നടന്ന് നമുക്ക് കുഞ്ഞിനെ തിരക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് അന്തി ഉറങ്ങാൻ ഒരിടം, അത്രയായിട്ടങ്ങ് കരുതിയാ മതി. വളരെ ഉപകാരം ഗിരി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാനൊരു അന്യനാണെന്ന് തോന്നുമ്പോഴാണ് നന്ദിനിക്ക് ഇത്തരം വാക്കുകൾ വരുന്നത്. ഞാനൊരു അന്യനല്ല നന്ദിനി. എന്തായാലും ആ ഓർഫനേജില് ഒന്നിച്ചു വളർന്നവരല്ലേ നമ്മള്. ആ ഗിരി, ഇതിന് എത്ര വാടക? വാടകയോ? അതൊക്കെ എനിക്ക് വിട്ടേക്ക് നന്ദിനി. മോള് വിഷമിക്കേണ്ട, കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ, ഞാനിപ്പോ വരാവേ. ഞാൻ എപ്പോഴും ഇന്ദ്രേച്ചി കാണാൻ അങ്ങോട്ട് വരാത്തത് നമ്മള് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് സംസാരം വരാതിരിക്കാനാ. ആ, അത് നന്നായി. അതാ ഞാൻ ഈ ഫോണിലൂടെയുള്ള സംസാരം മാത്രമാക്കിയത്. അതുപോട്ടെ ചേച്ചി എന്നോട് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ, അതെന്തിനാ? ആ, ഒരു കാര്യമുണ്ട്. മീനാക്ഷി എനിക്കെന്റെ മകളെ പോലെയാണെന്നും അവളെ എനിക്കെന്റെ കൂടെ കിട്ടാനുമാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്നും സഹീറയ്ക്ക് അറിയാലോ. അറിയാം. മീനാക്ഷി എന്റെ അടുത്തേക്ക് വരാനും എന്റെ കൂടെ താമസിക്കാനും ഒരവസരം ഒത്തുവന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ പിരിഞ്ഞ് മീനാക്ഷിക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അവൾ എന്നേക്കുമായി എന്റെ അടുത്തേക്ക് പോന്നോളാന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് അവളത് പറഞ്ഞത്. മീനാക്ഷി മാധവ മന്ദിരത്തിലേക്ക് പോന്നാൽ നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒരേപോലെ നിറവേറും. ഇന്ദ്രേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ എന്തിത്ര മനസ്സിലാക്കാനിരിക്കുന്നു? മീനാക്ഷി മാധവ മന്ദിരത്തിൽ താമസമാക്കിയാൽ അവളെ ചെമ്പകമംഗലത്തുകാര് വെറുക്കും. കാർത്തിക്കിന് ചെമ്പകമംഗലം വിട്ട് ഒരിടപാടില്ല. അവൻ മീനാക്ഷിയെ ഉപേക്ഷിക്കും. അവരുടെ കുടുംബജീവിതം തകർക്കണമെന്ന ഒറ്റ ലക്ഷ്യമല്ലേ സഹീറയ്ക്കുള്ളൂ. അങ്ങനെയെങ്കിലും അവനോട് പക വീട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ട കാര്യം ആ മൈഥിലിയെ കണ്ടെത്തണം. അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടണം. അതിനെന്നെ സഹായിക്കണം. ഏതെങ്കിലും അമ്മമാർ അവരവരുടെ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചേച്ചി? അമ്മമാര് കൊടുക്കില്ല. പക്ഷേ ഇവള് വേണമെങ്കിൽ കുഞ്ഞിനെ വിറ്റുകളയും.
ഇതെന്തൊക്കെയാ ഗിരി? ചില വീട്ടു സാധനങ്ങൾ നന്ദിനി, കുറച്ച പാത്രങ്ങളും അരിയും പഞ്ചസാരയും ഒക്കെയാ. ശ്ശോ, എന്തിനാ ഗിരി ഇതൊക്കെ? ഞങ്ങൾ പോയി വാങ്ങിക്കുമായിരുന്നല്ലോ. നിങ്ങൾ പെണ്ണുങ്ങൾ ഈ നാട്ടിൻ പുറത്ത് പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതിലും നല്ലതല്ലേ ഞാനിത് വാങ്ങിച്ചോണ്ട് വരുന്നത്. എന്നാലും എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അതെ, ഇതിനകത്ത് കുറച്ച് കുപ്പിപാത്രങ്ങളാ, അതൊക്കെ പൊട്ടാതെ നോക്കണം. ഉം. അവളെ കണ്ടോ മോളെ? ഇല്ലമ്മേ, അവളൊന്നും അവിടെ ഇല്ല. വീട് പൂട്ടിക്കിടക്കുക. അവള് മുങ്ങിക്കാണും. കേട്ടിടത്തോളം അവര് പക്ക ക്രിമിനൽസാ, ഈ മൈഥിലിയും വൈശാഖും. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും മീനാക്ഷി ഒറ്റയ്ക്ക് പോരുതെന്നാ എന്റെ അഭിപ്രായം. എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ ആ രണ്ടാളും. മോള് വിളിച്ചോ, അങ്കിള് വരാൻ കൂടെ. ശരി അങ്കിൾ. അതെ, എനിക്ക് എന്റെ ഓഫീസ് വരെ ഒന്ന് പോണം. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഗിരിയങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാണോ ഇതെല്ലാം? അതെ മോളെ. എന്താ മീനാക്ഷി? ഇതൊക്കെ ഒരു കടപ്പാടായി മാറും അമ്മേ.